ഒരു വർഷം അമേരിക്ക ഇഷ്യൂ ചെയ്യുന്ന H1B വിസകളിൽ ഏകദേശം 71%, 70% മുകളിൽ ഇന്ത്യൻ കമ്പനികളാണ് സ്പോൺസർ ചെയ്യുന്നത്. അതിൽ കൂടുതലും വൻകിട കമ്പനികളായിരിക്കും. അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, വൻകിട കമ്പനികളെ സംബന്ധിച്ച് ഒരുപക്ഷെ ഇത് കുറച്ചുകൂടി അവർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. പക്ഷേ ഒരു സ്മോളർ ആൻഡ് മിഡ് സൈസ്ഡ് കമ്പനികളെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ അവരെ സംബന്ധിച്ചായിരിക്കും ഇത് കൂടുതൽ ബാധിക്കുക. അവരുടെ പ്രവർത്തന ലാഭത്തെ അല്ലെങ്കിൽ അവർക്ക് എക്സിസ്റ്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരു സാഹചര്യത്തെ പോലും ഇത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെടാം. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ കമ്പനികൾ ഇതിൽ നിന്നും മുന്നേറാൻ വേണ്ടി മറ്റ് പല രീതിയിലുള്ള അവരുടെ പ്രവർത്തനത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ നമുക്കറിയാം മറ്റു ചില വിസകളുമുണ്ട് അമേരിക്കയിൽ പോയി ജോലി ചെയ്യാനുള്ള പെർമിറ്റ് ഒക്കെ കിട്ടുന്നത്. ഇപ്പോൾ L1 വിസ അതിനൊരു ഉദാഹരണമാണ്. അപ്പോൾ അതിന് ചിലപ്പോൾ ഇത്രയും ഒരു ഫീസ് ഈടാക്കാതെ തന്നെ ആ രീതിയിൽ കൺവേർട്ട് ചെയ്ത് അമേരിക്കയിൽ അവരുടെ എംപ്ലോയീസിനെ എത്തിക്കുന്ന ഒരു സാഹചര്യം അങ്ങനെ സൃഷ്ടിക്കാം. ഈ H1B വിസയുടെ ഒരുപാട് പ്രിവിലേജസ്, ഒരു എംപ്ലോയിയെ സംബന്ധിച്ച് ഒരുപാട് പ്രിവിലേജസ് ഉള്ള ഒരു വിസയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ പറഞ്ഞു കേട്ടതുപോലെ തന്നെ 3 വർഷത്തേക്കാണ് ആദ്യം ഇത് അനുവദിക്കുക. പിന്നീട് അത് 6 വർഷത്തോളം നമുക്ക് നീട്ടിയെടുക്കാം. അതുകൂടാതെ ഗ്രീൻ കാർഡ് നമുക്ക് മറ്റൊരു കമ്പനിയിലേക്ക് നമുക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള സൗകര്യം, ഇങ്ങനെ ഒരു തൊഴിൽ അന്വേഷകനെ സംബന്ധിച്ച് വളരെയേറെ അനുകൂല സാഹചര്യങ്ങളുള്ള ഒരു വിസയാണിത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ എംപ്ലോയീസ് ഇവിടെ നിന്ന് അമേരിക്കയിലേക്ക് മാറി അവിടെ തൊഴിൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ച് H1 വിസ ഒരു കൗണ്ട് ഏകദേശം ഞാൻ പറഞ്ഞതുപോലെ ഒരു 70,000-ഓളം അടുത്താണെങ്കിൽ പോലും വിസ അത്ര ആകർഷണീയമുള്ളതായി നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഈ കോർപ്പറേറ്റുകൾ നേരിടുന്ന മറ്റൊരു പ്രശ്നം, ഈ ട്രംപിന്റെ പല തീരുമാനങ്ങളും വളരെ പെട്ടെന്നാണ്. നമുക്ക് ഈ ഒരു H1B വിസയുമായി ബന്ധപ്പെട്ട സാഹചര്യം നോക്കിയാൽ അറിയാം. അദ്ദേഹം 2 ദിവസം തന്നെ പ്രഖ്യാപിക്കുന്നു, തൊട്ടടുത്ത ദിവസം തന്നെ അത് പ്രാബല്യത്തിലേക്ക് വരുത്തുകയാണ്. അപ്പോൾ അവിടെ പ്രവർത്തിക്കുന്ന കമ്പനികളെ സംബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ട് എടുക്കേണ്ട മാറ്റങ്ങൾ അല്ലെങ്കിൽ അവർക്ക് പല തീരുമാനങ്ങളും എടുക്കേണ്ടി വരും. കാരണം കമ്പനി ഓപ്പറേഷൻസ് അതിനെയെല്ലാം വളരെ ബാധിക്കുന്നതാണ് ഈ കാര്യങ്ങളെല്ലാം. അപ്പൊ അതിനുള്ള ഒരു സാഹചര്യം പോലും ഇല്ലാത്ത രീതിയിലാണ് ട്രംപിന്റെ നയങ്ങൾ അല്ലെങ്കിൽ തീരുമാനങ്ങൾ പ്രഖ്യാപിക്കപ്പെടുന്നത്. ഇത് വലിയ ഒരു അൺസർട്ടനിറ്റി, ഒരു ഓപ്പറേഷണൽ ഒരു ഡിഫിക്കൽട്ടീസ് കമ്പനികൾക്കും മറ്റ് രാജ്യങ്ങൾക്കും എല്ലാം അദ്ദേഹത്തിന്റെ തീരുമാനങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അമേരിക്കയെ സംബന്ധിച്ച് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ അവർക്ക് പല ലക്ഷ്യങ്ങളും ഇതിന്റെ പിന്നിലുണ്ടാകാം, പ്രത്യേകിച്ച് കുടിയേറ്റവുമായി ബന്ധപ്പെട്ട്. പക്ഷേ മറ്റ് രാജ്യങ്ങൾ, കമ്പനികൾ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് അവിടെ എത്തുന്ന ഇൻഡിവിജ്വൽസ്, ഇവരെല്ലാം സംബന്ധിച്ച് അമേരിക്ക ഇന്ന് ഉയർത്തുന്ന വെല്ലുവിളി വളരെ വലുതാണ്. ഒരുപക്ഷെ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ അദ്ദേഹത്തിന്റെ പല തീരുമാനങ്ങളും വളരെ ആകാംക്ഷയോടെയാണ് തൊഴിൽ സമൂഹവും മറ്റ് രാജ്യങ്ങളും എല്ലാം നോക്കിക്കാണുന്നത്. ട്രംപ് ഭരണകൂടം അമേരിക്കയിൽ അധികാരം ഏറ്റെടുത്ത ശേഷം നടത്തിയിട്ടുള്ള പല തീരുമാനങ്ങളും പ്രത്യേകിച്ച് ഇന്ത്യൻ കോർപ്പറേറ്റുകളെ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിട്ടുള്ള ഒന്നാണ്. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും US ഹയർ ആക്ട് 2025 അത് ഇന്ത്യൻ IT കമ്പനികളെ സംബന്ധിച്ച് വലിയ പ്രശ്നങ്ങളാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അതോടൊപ്പം താരിഫ് നയങ്ങളിൽ അദ്ദേഹം വരുത്തിയ മാറ്റങ്ങൾ അതും കോർപ്പറേറ്റുകളെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒന്നാണ്. H1B വിസയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അദ്ദേഹം എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ നമുക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും. അത് കോർപ്പറേറ്റുകളെ മാത്രമല്ല, അതിനപ്പുറം ഇൻഡിവിജ്വൽസിനും ഇതിന്റെ പ്രശ്നങ്ങൾ നേരിട്ട് ബാധിക്കുന്നതാണ്. നമ്മൾ ഇതിന്റെ ഒരു ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ് എടുക്കുകയാണെങ്കിൽ ഏകദേശം 70,000 മുതൽ 75,000 വരെ പുതിയ H1B വിസകളാണ് അമേരിക്ക ഒരു വർഷം പുതുതായി കൊടുക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഈ ഫിനാൻഷ്യൽ ഇയർ 2025 നാം നോക്കുമ്പോൾ 13,000-ഓളം വിസകൾ ഇതുവരെ ഇന്ത്യൻ കമ്പനികൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. TCS ഏകദേശം 5,500-ഓളമാണ് അവർ പുതുതായി എടുത്ത H1B വിസകൾ. ഏകദേശം 2,000-ഓളമാണ് ഇൻഫോസിസിന്റെ കണക്ക്. അപ്പോൾ തന്നെ $1,500 മുതൽ ഏകദേശം 6,000-ഓളം $US ചിലവുണ്ടായിരുന്ന ഒരു H1 വിസ എടുക്കാൻ ചെലവുണ്ടായിരുന്നതിൽ നിന്നും $100,000 ഇത് മാറ്റപ്പെട്ടിട്ടുള്ളത്. ഒരു വലിയ ഡിഫറൻസ് ആണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇത്രയേറെ വിസകൾ അപ്ലൈ ചെയ്യുന്ന കമ്പനികളെ സംബന്ധിച്ച് ഇതുമൂലം ഉണ്ടാകുന്ന
പ്രവർത്തന ചെലവ് വളരെ വലുതാണ്. തീർച്ചയായിട്ടും അവരുടെ ലാഭത്തെയും അത് ബാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൂടാതെ ഇതുപോലെ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന കമ്പനികളുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ പോലും കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ള ഇടിവ് ഇതിന്റെ ഒരു സൂചന മാത്രമാണ്. ഇതുകൂടാതെ ഇത് ഒരു ഇൻഡിവിജ്വൽസിനെ സംബന്ധിച്ച് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും നാം നേരിൽ കാണണം. കാരണം ഇന്ത്യയിൽ നല്ല രീതിയിൽ പഠിച്ച് പുറത്തിറങ്ങുന്ന ഒരാൾ, അല്ലെങ്കിൽ അമേരിക്കയിൽ പഠിച്ചിറങ്ങുന്ന ഒരു ഇന്ത്യൻ വംശജനായിട്ടുള്ള ആൾ, അവർക്കെല്ലാവർക്കും അമേരിക്കൻ ഡ്രീംസ് കുറേ ആളുകൾക്കുണ്ടാവും. നമുക്ക് അവിടെ പോയി ജോലി ചെയ്ത് അവിടെ നമ്മൾക്ക് ജീവിക്കുന്നതിനുള്ള ആഗ്രഹങ്ങളുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവരെ സംബന്ധിച്ചും ഈ വിസയുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ അവരെയും ബുദ്ധിമുട്ടിലാക്കും. കാരണം ഹൈ സ്കിൽഡ് ആയിട്ടുള്ള എംപ്ലോയീസിനാണ് ഈ വിസ അനുവദിക്കപ്പെടുന്നത്. അപ്പോൾ ഇത്രയേറെ പ്രവർത്തന ഈ ഒരു വിസയ്ക്ക് ഒരു ഫീസ് ഈടാക്കുന്നതോടുകൂടി ഒരുപക്ഷെ കമ്പനികൾ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തേക്ക് വിടുന്ന ആളുകളുടെ എണ്ണം കുറയാം. അപ്പോൾ അത് ഈ പറയുന്ന പുതുതായി ഇതിന് അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ അവിടെ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളുടെ എണ്ണത്തിലും അതനുസരിച്ചിട്ടുള്ള കുറവുണ്ടാക്കും എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത്, മറ്റൊരു രീതിയിൽ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അമേരിക്കൻ ഇമിഗ്രേഷൻ നയങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ചില മാറ്റങ്ങളാണ്. അവർ കുടിയേറ്റത്തെ നിരുത്സാഹപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ തദ്ദേശീയർക്ക് തൊഴിൽ ലഭ്യമാകണമെന്നുള്ള ഒരു പൊതുബോധത്തിനൊപ്പം നിൽക്കുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ട്രംപ് ഭരണകൂടം വന്നതിന് ശേഷം ഇത് സൂചിപ്പിക്കുന്നത്. Subscribe to One India and never miss an update.